ഇതാണോ 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 ഇതാണോ? എടാ ഇത് ഇതിനകത്തൊക്കെ വന്നല്ലേ, ഏഷ്യൻ ഇന്ത്യക്കകത്തൊക്കെ വന്നല്ലേ? ഓ, കൊള്ളാം കൊള്ളാം കൊള്ളാം. വിഷയം വിഷയം. ബ്രോ ഡിഡിന്റ് ഗീവ് ഷുഗർ ബേബി. ഇല്ല ബ്രോ, അങ്ങനെ കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു ഒരു അവനെ ഒരു ഒരു സന്തോഷ മൊമെന്റില് ജസ്റ്റ് അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. അവന് കൊടുക്കാറില്ല, ഷുഗർ ഒന്നും കൊടുക്കാറില്ല. 1 മില്യൺ അടിച്ചു, സ്റ്റിൽ നോ താടി. താടി ഇല്ലെങ്കിൽ എന്താടാ 1 മില്യൺ അടിച്ച്? അങ്ങനെ നീ ആലോചിച്ച് നോക്കിയേ. താടി ഇല്ലെങ്കിൽ എന്താ 1 മില്യൺ അടിച്ചു, ആഗ്രഹമുള്ളതൊക്കെ മേടിച്ചു, അച്ചീവ് ചെയ്തു, സന്തോഷമായി, നല്ലൊരു ഫാമിലി കിട്ടി. അതിൽ കൂടുതൽ എന്ത് വേണം? ഇത് നീട്ടിയുടെ ദേവുട്ടനെ ആയിരിക്കും ഇതാക്കാനാ? വരുമ്പോ വരട്ടാ, താടിയിലൊന്നും കൺസേൺ ഉണ്ടാവല്ലേ? അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എന്റെ തൊണ്ട പോയി കേട്ടോ എന്റെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. 1984 കേരള. അത് കണ്ടപ്പോ തന്നെ ഒരു ഗൂസ് ബംസ് അല്ലേ? ഒരു ഗെയിം നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുവാന്ന് പറഞ്ഞ പുല്ല്. അത് കണ്ട ഇത് കണ്ടോ നിങ്ങള്? പെട്ടെന്ന് ആ ഇന്റർവ്യൂ വേണ്ട. ഫുട്ടേജ്. ഓ, മലയാളത്തില് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. വിഷയം കേട്ടാണ്. എഴുതി വെച്ചേക്കുന്നു എന്റെ ഡയറി. വിളക്ക്. അതൊരു ബ്രഹ്മയുഗ റെഫറൻസ് അല്ലേ നമ്മളവിടെ കണ്ടത്? അത് കണ്ട എന്റെ അമ്മു കിടിലോടാ. എന്തായാലും ഇറങ്ങണ ദിവസം തന്നെ കളിക്കണം. ഇത് ഇറങ്ങുന്ന ദിവസം തന്നെ കളിക്കണം. വിഷയോടാ വിഷയം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കളിക്കാതിരുന്ന എങ്ങനെയാണ്? ഇത് ഇറങ്ങുന്ന ദിവസം തന്നെ കളിക്കണം. വിഷയ സാധനം. വോൾട്ടിനും ടീമൊക്കെ ഉണ്ടെന്ന്. ആ, ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി. വോൾട്ടിനൊക്കെ ഉണ്ടല്ലേ ഇതിനകത്ത് ഡെവലപ്പിംഗില്? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. എന്തായാലും കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയടാ, അടിപൊളി. കിട്ടില്ല കിട്ടില്ല. ജംസ്കെയർ സീനല്ലേ എടാ? ജംസ്കെയർ സീനാണ്, എന്നാലും നമുക്ക് കളിച്ചല്ലേ പറ്റുള്ളൂ. അൺറിയൽ എഞ്ചിൻ ആണോ? എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഇത് അൺറിയൽ എഞ്ചിൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അൺറിയൽ എഞ്ചിൻ ആണോ കഴിച്ചത്? തുടക്കത്തിലൊന്നും കാണിച്ചില്ല. ഇത് അൺറിയൽ എഞ്ചിൻ ആണോ ഇത്? യെസ് യെസ് യെസ്, ആണ് 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 ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. BMW അപ്ഡേറ്റോ?
BMW പണിയും കൊടുത്തിട്ടേ ഉള്ളൂ. തൃശ്ശൂരല്ല, അങ്കമാലി. അതിന്റെ കുറച്ച് പാർട്സ് വരാനുണ്ട്. അതിന്റെ പാർട്സ് ഒക്കെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര ശോകമാണ്. പാർട്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കൂടാ അത് പണിയാൻ എന്തായാലും. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഡിസ്കൗണ്ട് നോക്കിയിട്ട് സിറ്റിയിലോട്ട് കയറാം. തൊണ്ടൊക്കെ എന്ത് പറ്റി പുല്ല്. ആരെങ്കിലും വരുമ്പോ ഇതിട്ട് കൊടുത്തേക്കാം. ഹലോ ഹലോ ഹലോ. ആ ഓക്കെ. ജുഗ്രുവിന്റെ മോണ്ടേജ് മോണ്ടേജ് കാണാം മോണ്ടേജ് കാണാം. നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് റോൾസ് നോക്കിയിട്ട് മോണ്ടേജ് കാണാം. ചാൻസ് ടു ഗെറ്റ് ബാക്ക് എവറിത്തിങ് ഹി ലോസ്റ്റ്. ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട്. ഈ വീഡിയോ ആണ് എന്റെ ജീവിതം മാറ്റി പറിച്ചത്, അറിയോ? ഇതിന് 2 ലക്ഷം, ഇതിന് 3 ലക്ഷം എന്നൊക്കെ ഇവരോട് പറഞ്ഞ് ഇൻകം ടാക്സ് വന്നിട്ട് ഇതിന് 3 ലക്ഷമായോ? ശരി. ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം എന്നെ അടുത്ത് പറഞ്ഞു. വെക്കേഷൻ വന്നു, ഞാൻ മമ്മി എടുത്തിട്ട് മമ്മി ചോറ് വിളമ്പാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. മോനെ റേഷനറി കിട്ടിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ആവത്തുള്ളൂ, അത് കിട്ടിയിട്ട് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മമ്മി എന്തോ എനിക്ക് ബ്രെഡോ അങ്ങനെ എന്തോ ഉണ്ടാക്കി തന്നു. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മി എന്നെ വിളിച്ചിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. പക്ഷെ വായത്തിനാൾക്ക് ഒരു അവസരം കിട്ടി, നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം. ഈ വണ്ടി അയ്യോ കൊറേ ബാക്കിലോട്ട് കൊണ്ടുപോയി എന്നെ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ്. ഇതുപോലെ കണ്ടിട്ടില്ല പുള്ളിയെ, കണ്ടിട്ടില്ല. ഇതൊക്കെയാണോടാ ശരിക്കും സന്തോഷം. അച്ഛന്റെ അമ്മയുടെ ഒക്കെ സന്തോഷം എന്ന് പറഞ്ഞിട്ടില്ല. ഈ സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയണവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അതിലും വലുതൊന്നുമല്ല. എല്ലാത്തിന്റെയും നടുക്ക് എന്നെ ഞാനാക്കി ഒരുത്തൻ നിൽക്കുന്നുണ്ടോ ഒന്നും അറിയാത്ത പോലെ. ഈ കാണുന്ന എന്നെ ഞാനാക്കിയവരെ ഒന്നും അറിയാത്തത് പോലെ നടുക്ക് നിൽക്കുന്നുണ്ടാ. വീഡിയോ എടുത്ത് എനിവേ എല്ലാരും ഉണ്ടായി ഫ്രെയിമില്. ശരത്തേട്ടനും ഗോകുവും. ലെറ്റ്സ് ഗോ. കൊള്ളടാ നൈസറാ. അത് പക്ഷെ കുറച്ചുകൂടെ വേണമായിരുന്നു, ആ ഡ്രോപ്പ് വരെ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു. അണ്ണാ എന്റെ ലൈഫിൽ ഈ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. അണ്ണന് കുറച്ച് ഡോഗ്സ് ഉണ്ടല്ലോ, അവരെ പറ്റി എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? If you're lucky, a dog will come into your life, steal your heart, and change everything. அமுதக்கடல் உனக்குத்தான், ஆறாமழை உனக்குத்தான், நீங்கா நிழல் உனக்குத்தான், நீ கண்மணி எனக்குத்தானே. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോഴും ഒരു കാര്യം പറയാവേ. ഈ പേടി കാരണം ഡോഗിനെ വളർത്താത്തവരുണ്ടെങ്കിൽ അത് മറന്നേക്കണം. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെ. എനിക്കൊരു 10ാം ക്ലാസ് +1 വരെയൊക്കെ പട്ടിയെ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ഡോഗ് കുറച്ച് അഗ്രസീവ് ആയിരുന്നു. അത് അതിൻ്റെ അടുത്ത് ഫുഡ് കൊടുക്കാൻ വീട്ടിൽ ഭയങ്കര അതായത് എൻ്റെ കൊച്ചിലെ ടൈമിൽ ഞാൻ അധികം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇവൻ എൻ്റെ അടുത്ത് ഇണങ്ങിയില്ല. അതുകൊണ്ട് എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡോഗിനെ മേടിച്ച് സ്വന്തമായിട്ട് വളർത്തിയപ്പോഴാണ് എനിക്കതിൻ്റെ ലോക്കി. എൻ്റെ സ്ട്രീം കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ ലൈവ് പണ്ട് ബൂട്ട് ക്യാമ്പിൽ ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് റിലേറ്റ് ആവും. ലോക്കി എന്തോ ഒരു അറ്റാച്ച്ഡ് ആയിരുന്നു എൻ്റെ അടുത്ത്. ബൂട്ട് ക്യാമ്പിൽ എല്ലാ ദിവസവും ഇന്ന് ദേവൂട്ടനെ കാണിക്കാൻ പറയണത് പോലെയായിരുന്നു എല്ലാവരും എൻ്റെ അടുത്ത് ലോക്കിയെ കാണിക്കാൻ പറയണേ. മനസ്സിലായോ? ലോക്കി എന്നാണ് ഞാൻ എൻ്റെ ഡോഗിനോടുള്ള എനിക്കുള്ളൊരു ഇഷ്ടം. അതായത് ഉണ്ടല്ലോ, നമ്മൾ സത്യം പറയടാ, നമ്മൾ
ഒരു കുഞ്ഞിനെ വളർത്തുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യണത് പോലെ നമുക്ക് ആദ്യമൊക്കെ ഈ പട്ടി അപ്പിയുടെയോ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാ. പിന്നെ നമ്മൾ പോകെ പോകെ അതിനെ വളർത്തി കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ കൈകൊണ്ട് തുടച്ചു മാറ്റും. അതുപോലെ ആവും നമ്മളൊരു ഡോഗിനെ സ്വന്തമായിട്ടൊരു സ്പേസിൽ വളർത്തുന്ന സമയത്ത്. തിരിച്ച് നമുക്ക് കിട്ടുന്ന നന്ദി ഉണ്ടല്ലോ, അത് വേറെ ഒന്നീന്നും കിട്ടൂല. ഒന്നീന്നും ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇതാര് രഘുലേ? എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ പറയാനുണ്ടല്ലോ. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അളിയ ഈ 1 million അടിച്ച ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ മെൻഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരാള് എൻ്റെ ലൈഫിൽ നീയാണത്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് നീയായിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും, അതായത് എന്ന് വെച്ചാൽ ഒത്തിരി നാള് നമുക്ക് പരിചയപ്പെട്ടിട്ട് ഒത്തിരി നാളായില്ലെങ്കിലും, പക്ഷെ നീ ഉണ്ടായിരുന്ന സമയത്ത് നീ എന്റെ വീട്ടിലടക്കം വന്ന് ഇത്രയും നാളെ നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് അതിലും മുകളിലാണ്. അളിയ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. എനിക്ക് പറയണമെന്നുണ്ട് നിന്നോട്. അപ്പൊ ഗൈസ്, ഗെറ്റ് എ ഡോഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഗെറ്റ് എ ഡോഗ്. ട്രെയിൻ യുവർ സെൽഫ്. യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്, ട്രെയിൻ ചെയ്യാം. നിങ്ങൾ കുറെ എൻഗേജ്ഡ് ആവും കുറെ കാര്യങ്ങളിൽ, സീരിയസ് ആയിട്ട്. 3 വർഷമായല്ലേ? 3 വർഷമാണ് ഇപ്പൊ. 3 അല്ല 2.5 വർഷം. 2 വർഷം. തളർന്നു വീണ ഉടനെ തന്നെ ദുര്യോധനൻ ദുശാസനനെ നോക്കി. ദുശാസനൻ ഉടൻ തന്നെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പാനീയം ഭീമന് കൊടുത്തു. ദാഹിച്ച് തളർന്ന ഭീമൻ അത് വെപ്രാളത്തോടെ കുടിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഭീമന്റെ നെഞ്ച് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. സഹോദര, എന്റെ ശരീരമാകെ തളയുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. അല്ല, വലിയ ദൈവപുത്രന്മാരില്ലേ, ഈ മനുഷ്യരുടെ സഹായമൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഉടനടി അവർ ഭീമന്റെ ശരീരം കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കെട്ടി. ശേഷം അടുത്തുള്ള ഒരു പുഴയിലേക്ക് അവർ ശരീരം എടുത്തുകൊണ്ടുപോയി. കൊടും വിഷമുള്ള പാമ്പുകളുള്ള ഒരു പുഴയാണത്. മരണം ഒന്നുകൂടി ഉറപ്പിക്കാനായിരുന്നു അവർ ആ പുഴ തന്നെ തിരഞ്ഞെടുത്തത്. ഭീമൻ ഇല്ലാതായതിന്റെ സന്തോഷത്തോടെ ദുര്യോധനനും ദുശാസനനും കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദുര്യോധനൻ പാണ്ഡവരുമായുള്ള മൽപിടുത്തത്തിൽ മത്സരിക്കുകയായിരുന്നു. തന്റെ ആ വിജയാഘോഷം അയാൾ ആ മത്സരത്തിൽ തീർക്കുകയായിരുന്നു. 4 പേരിൽ 3 പേരെ ദുര്യോധനൻ അടിച്ചു വീഴ്ത്തി. തനിക്ക് മുകളിൽ ഇനി ആരുമില്ല എന്ന ആവേശം അയാളുടെ സിരകളിലൂടെ കുതിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദുര്യോധനൻ 4 പേരെയും വീഴ്ത്തി. അയാൾക്ക് പോലും അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും ഉണ്ടോടാ ഞാനായിട്ട് മത്സരിക്കാൻ? ഞാനുണ്ട് ദുര്യോധന. അന്ധകാരത്തിന്റെ തമസ്വനിയിൽ മരണത്തെ നിശ്ചലമാക്കി, വായുവിൽ അഗ്നിയേന്തി, മലകളെ കാൽച്ചുവട്ടിലാക്കി, വീണ്ടും വന്നു മരണമില്ലാ യോദ്ധാവ്, മരണമില്ലാ യോദ്ധാവ്. ഓ, എനിക്ക് വിറക്കണത് ഒക്കെ എന്ത് സാധനമാണത്. എന്റെ ഇങ്ങനെ സൗണ്ടാ വിഷയം. പുള്ളിയുടെ സൗണ്ട്. ഇത് ആരുടെ ഈ ഡബ് ചെയ്യണ ഇതിന്? ഹ്യൂമൻ. പിന്നെ ഞാൻ പറഞ്ഞ കൂടി പോയ ഞാൻ തെറുകളിയൊക്കെ നിർത്തി കളിയാ ഫുള്ളി. തെറുകളിയൊക്കെ നിർത്തി കളിയാ. ഞാൻ ഇപ്പൊ ഡീസന്റ് ആയി തെറുകളിയൊക്കെ നിർത്തി. സീരിയസ് ആയിട്ടാണ് ഞാൻ ഇനി കുറച്ച് ലാംഗ്വേജിലൊക്കെ കൺട്രോൾ ചെയ്യണം. അത് തെറുകളൊക്കെ നിർത്തി ഞാൻ ഡീസന്റ് ആയി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണാ അത് ഫുള്ള് കാണുന്നു. അത് അത്ര ഇതിനകത്ത് ഇട്ടിട്ടുള്ളടാ. ഡിസ്കോഡിന്റെ അസുഖം തുടങ്ങിയട്ടാ. അസുഖം തുടങ്ങിയ ഇതിന് എന്താ? തന്റെ അമ്മ സൂപ്പർമാൻ ആണെന്ന് ഒരു പയ്യൻ സ്കൂളിലെ കൂട്ടുകാരോട് പറഞ്ഞു. ആരും വിശ്വസിച്ചില്ല. കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് വിളിച്ച് പിറ്റേ ദിവസം ഹെൻറി കാവലിന് സൂപ്പർമാൻ കുട്ടിയെ സ്കൂളിൽ എത്തിയെന്ന്. അവന്റെ ഓറ എങ്ങനെ ഇരുന്ന് കാണിയാ വിചാരിച്ചു നോക്ക്. ഈ സ്യൂട്ട് ഇട്ടെങ്കിൽ ഇതിനെ കൊണ്ട് പോയിരുന്നെങ്കിലോ. എന്റെ അമ്മോ, എന്റെ ആളിയ പീക്ക് മെയിൽ കണ്ടന്റ്. ഈഗിൾ ബ്രോ ഇതുപോലെ ഒരു ഫൺ സ്ട്രീം നമുക്ക് ചെയ്യേണ്ട ഡ്രൈവിംഗ് വിത്ത് കോണ. ഇത് ഞാൻ നേരത്തെ ഒരുപാട്
പക്ഷെ ഇത് മാറ്റിയിട്ട് സ്റ്റിയറിംഗ് വെക്കണം. പക്ഷെ ഗൈസ് നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ ഗൈസ്? ട്രക്ക് സിമുലേറ്റർ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് രസമാണെന്നറിയോ നിങ്ങൾ? ഞാൻ ഓഫ്ലൈനിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഗൈസ്. സത്യം പറയാലോ, നമുക്കൊരു ഇതിന്റെ ഫീലിങ്സ് ഒരിക്കലും ഞാൻ ഒരാൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ട്രക്ക് സിമുലേറ്ററോ ബസ് സിമുലേറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിമുലേറ്റർ ഗെയിം കളിച്ചു നോക്കണം. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, അത് വേറൊരു സുഖമാണ്. സത്യം പറയാലോ, ഞാൻ ഇപ്പോഴും എൻ്റെ ആ ഒരു PC സെക്ഷനിൽ ആ ഒരു വലിയ മോണിറ്റർ ഇപ്പോഴും വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പറയാതിരിക്കാൻ വയ്യ. ഹൊറൈസൺ 6 ഒക്കെ വരാൻ പോണ്. The best deleted scene ever witnessed in theater. അവന്റെ പ്രാണഹതി നദീപ്രവാഹത്തിൽ ഒലിച്ചുപോയി. ഇത് ഡിലീറ്റഡ് സീനാണോ? ചിതാഭസ്മം ഈ കാറ്റിൽ ഇത് കണ്ടല്ലോ. ആത്മാവ് അനന്തതയിലേക്ക് ഉയർന്നു മറഞ്ഞുപോയി. ബാഹുബലി മരിച്ചു. അവനെ പണ്ടേ നമ്മൾ കൊന്നു. അമരേന്ദ്ര ബാഹുബലി. എന്തിനാടാ നീ പറഞ്ഞേ? പക്ഷെ ഞാൻ ഇത് എവിടെ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെ കണ്ട ശേഷം ഡിലീറ്റ് ആക്കി. ആശ്വസിക്കൂ, എന്റെ മകൻ വന്നെത്തി. ബാഹുബലി മൃത്യുവിനെ കീഴടക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പ്രഭാസ് എന്ന് പറയുമ്പോ ബാഹുബലിയും, യാഷ് എന്ന് പറയുമ്പോ റോക്കി ഭായിയും ആണ്. അവര് വേറെ ഇനി ഏത് സിനിമ ചെയ്താലും അവര് രണ്ടുപേരും ഇതിനു വേണ്ടി ജനിച്ചുതരാം. സത്യം. ഇതിനു വേണ്ടി മാത്രം ഈ 2 ക്യാരക്ടേഴ്സ് ആണ് അവര്. അതിന് വേറെ ഒരാളെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ യാഷെന്നും ഇതൊന്നും പറയുമ്പോ ഇത് മാത്രം ഓർമ്മയും വരുള്ളൂ. എന്താ അറിഞ്ഞൂടാ. അയ്യോ. Which is the most strongest gaming chair you know? Can you suggest me one? ഓ ഇങ്ങനെ ഷോക്ക് അടിക്കാം. ഇതിലും വലിയ പരസ്യം എന്തിനല്ലേ? അതാ സൗണ്ടില്ലാതെ കാണാമല്ലോ. സൗണ്ടില്ലാതെ കാണാ. ഞാൻ റസലൂച്ചില്ല പുതിയത്, മനസ്സിലായ? അയ്യോ സത്യമല്ലേ, ഇതിലും വലിയ പരസ്യമില്ല അതിന്. കാരണം ജയദായക മൂവി രാവണ സോങ് ബീജം കവറാണ് റീസെന്റ് Song? ഈ അനിൽ, ഞാൻ അത് കാണുന്നുണ്ട്. ഈ അനിലിന്റെ എവിടുന്നാടാ ഇത് മാത്രം ഇത്രയും ബാങ്ങർ പാട്ടുകള്? ഏത് ചെയ്താലും ഭയങ്കര കിടില. മെലഡി ആണെങ്കിൽ മെലഡി, ഇനി ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ്, എന്ത് ചെയ്താലും ഒടുക്കത്തെ കിടിലം. പേര് പറഞ്ഞ ചെറുതായി പേര് മാറിപ്പോയി. അനിൽ എന്ന് പറഞ്ഞു. അനിലല്ല, അനിരുദ്ധെന്നാ പറഞ്ഞേ. അല്ല അനിൽ അനിലെന്നാണ് പറഞ്ഞത്. അനിരുദ്ധെന്നാ പറഞ്ഞേ. അനിലെന്ന് പറഞ്ഞ വോയിസ് സപ്രഷൻ വല്ലതും ആയതായിരിക്കും. അനിരുദ്ധെന്നാ പറഞ്ഞേ. നമ്മൾ അനിലിന്റെ
അനിൽന്നോ? ആ അനിൽ നായട്ടെ. അനിൽ എന്നാ പറഞ്ഞേ? അനിലോ? ഞാൻ പറഞ്ഞേ, ഞാൻ വിചാരിച്ചു പിന്നെ കീബോർഡ് വെച്ചോണ്ടിരിക്കുന്നത് അത് അനിലെന്നാണ് വിചാരിച്ചത്. അല്ലല്ല, ഈ തൊട്ട് താഴെ അനിൽ കേസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ വന്നായിരിക്കും കേട്ടാ. Guys, ഞാൻ അനിലെന്നാ പറഞ്ഞേ, പിന്നെ അനിലിനെ പിന്നെ എനിക്കറിയായിരിക്കോ? എന്താ പറഞ്ഞേ? അനിലല്ല, അനിലെന്നിനി. ഫേക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഫേക്കോ? കേക്കാ ഡൈനിങ് എന്താ പറയാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ വരുന്നതായിരിക്കും ഒന്ന്. CM തമിഴ്നാട് CM ശരിയായിട്ടൊരു കട്ടുണ്ട്, ചെറിയൊരു കട്ടുണ്ട്. എടാ, അവർ ആ CM-നെ അല്ലടാ, തമിഴ്നാട് CM-നെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചേ. അല്ലല്ല, നമ്മുടെ ബ്ലൂ ഷിഫ്റ്റർ തന്നെ പറയണേ ചാറ്റില്. ഇല്ലല്ല, അവൻ പിയാനല്ല, അവര് ഊത്താണ് അവൻ. അവരിപ്പോ ഊത്താണ്, ഊത്ത് പിയാനായിട്ട്. ബ്രോ അടിപൊളി, കിടില ഗിയർ ഷിഫ്റ്റർ. The next CM of Tamil. ஒருத்தனை பார்த்து ஸ்டேட் கவர்மெண்ட்டும் பயப்படுது, சென்ட்ரல் கவர்மெண்ட்டும் பயப்படுது, சென்சார் போர்டும் பயப்படுது. அந்த பயத்தை கொடுக்கறது யாரு? പുള്ളി CM ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങേര് ഉണ്ടാക്കിയ ക്രൗഡ് പുള്ളിങ് ഉണ്ടല്ലോ, അതിനി വേറൊരാളെ കൊണ്ട് പറ്റൂല. അതിനി വേറൊരാളെ കൊണ്ട് പാർട്ടിക്കകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒരാൾക്കും പറ്റൂല, ഒരാൾക്കും. മലേഷ്യ പോലൊരു നാട്ടിലൊക്കെ പോയിട്ടേ പുള്ളിയൊക്കെ പുള്ളി ചെയ്ത ക്രൗഡ് എന്ന് പറഞ്ഞ അത് എക്സ്ട്രാ ഓർഡിനറിയാ സംതിങ്. നമുക്കൊന്നും പറയാൻ പറ്റൂല, അതാണ് മനസ്സിലായത്. ഒരു ഇനി സിനിമയിൽ ഒരാൾ പാർട്ടിയിലോട്ട് പോവാന്ന് പറഞ്ഞാൽ പോലും ആര് പോയാ വരും ഇത്ര ആൾക്കാര്? എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി CM ആവൂലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ Why are you coming here? I'm mad at you. POV റിലേഷൻഷിപ്പ് ഇൻ 2036. I really needed to talk to you and you weren't there for me. Are you serious right now? My battery was dead. No, it wasn't. I charged you. No, you didn't. I would have remembered that. Oh my God, I can't do this right now. Like the whole point of having a robot as it's always available. You weren't there for me. Baby, come on. Let's figure this out. You know what? I literally want to send you back to your factory. Are you serious? Are you robot shooting me right now? Yeah, actually I am. And you know what? I think it would be so much better if I got the Tesla robot, not you. Oh yeah? How about I make your ChatGPT history go public? You would like that, huh? Test me. Test me one more time. What did you just say to me? Did you say ChatGPT? You know we never talk about that. We never speak about ChatGPT. You can never leak my ChatGPT history. Go away. I literally never want to talk to you again. Go away. Go away. I hate robots. I hate robots. You're worse than men. You're worse than men. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എലോൺ മസ്ക് AI-യുടെ ഡേഞ്ചർ പാട്ടൊക്കെ പറഞ്ഞപ്പോ നമ്മളൊക്കെ പുച്ഛിച്ച് തെള്ളിയതാ. അതുപോലെ അടുത്ത തലേ വരാൻ പോണ ഒരു സാധനം മേ ബി ഇതായിരിക്കും കേട്ടാ. നമ്മളൊരു ഗെയിം കളിച്ചല്ലേ ഈ ഓർമ്മ ഉണ്ടോ? ലാസ്റ്റ് റോബോട്ട് ഓടിച്ചിട്ട് പണ്ണു നമ്മളെയല്ല.
പറഞ്ഞേ, നിങ്ങൾ ആലോചിച്ച് ഇതിന് ഓരോ ഫീലിങ്സ് ഇതൊക്കെ കൊടുത്ത് ഇത് ഓരോ കുഞ്ഞു റോബോട്ടുകളൊക്കെ ഉണ്ടാക്കി ഒരു 10-40 എണ്ണം വന്ന് എല്ലാവരും തല്ലി പറ്റുന്നതൊക്കെ ആലോചിച്ച് നോക്കി. മറ്റേ സിനിമയ്ക്കകത്ത് അടിക്കും നമ്മളെ പിന്നെ അതിന് പണിയെടുക്കും. മനസ്സിലായ പിന്നെ നമ്മളെ കുക്ക് ചെയ്യും. ചാർജ് തീരാൻ വെയിറ്റ് ചെയ്യണം വീടിന്റെ പുറത്തിറങ്ങി. എന്തൊരു അവസ്ഥയായിരിക്കും അല്ലേ അതൊക്കെ. എന്റെ അമ്മോ പണം അയ്യോ. നമുക്ക് തുടങ്ങാം. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈവ് കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും വരുവാണെങ്കിൽ മിസ് ചെയ്യാതെ പോയി കേൾക്കണം കേട്ടോ, മിസ് ചെയ്യാതെ പോയി. ചെറുതേങ്ങൽ മാങ്ങടും തിരിനീട്ടുമേ കുളിരോർമകൾ തിരികെ വരും. ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാൻ ഇതുവഴി ഞാൻ. നെയ്മോ? എടാ നെയ്മ് സൂരജ് സന്തോഷ്. തുണയായി വരാം ഇനി എന്നുമേ കുടനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മഹേണം സിംഗളം നെഞ്ചോരം കുന്നോളം ചേലേറും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാരിൽ ചിറകേറണം ആശകൾ തേരിൽ പറന്നു വാനിൽ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും. പുള്ളിയുടെ കയ്യിലെന്താ അത് മറ്റേ ഊതുന്ന സാധനം തോന്നുന്നു കൈസ്. എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി മറ്റേ ഒരു ഊതുന്ന ഒരു സാധനം വെച്ച് ഇടയ്ക്ക് അത് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ കയ്യിൽ ആ എക്സ്റ്റൻഡർ പോലെ ഇരിക്കുന്നേ അല്ലേ? അതല്ലേ? അതാണോ അത്? അതോ വേറെന്തെങ്കിലും കൈയുടെ പരിക്കുമല്ലോ ആണോ? ചുമ്മാ ഒരു ടാഗ് എന്നാ തോന്നുന്നു. അല്ലല്ല, കസു അങ്ങനെ എന്തോ പറയണ അതിന്. കസു അങ്ങനെ എന്തോ ആണ്. അനിലാണോ ഇതത്? എടാ അനിരുദ്ധിനെ ഞാൻ ഷോർട്ട് ആയിട്ട് അനിന്ന് വിളിച്ചതാണ്, മനസ്സിലായോ? അത് നിങ്ങൾ അനിൽ എന്നാ കേട്ടെ. അനി തമിഴ്നാട്ടിലെ അനിൽ എന്ന് പറഞ്ഞ വലിയ ഇഷ്യൂ ആണത്. അനിൽ എന്ന് പറഞ്ഞ എന്താ തമിഴ്നാട്ടിലെ ഇഷ്യൂ? മറ്റേ വിജയ് ഫാൻസിനെ കളിയാക്കി പറയണ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെയാ? അപ്പൊ തമിഴ്നാട്ടിൽ അടിയായി. തമിഴ്നാട്ടിലൊരു ഇഷ്യൂ ആയേ. തമിഴ്നാട്ടിലൊരു ഇഷ്യൂ ആയ മര്യാദക്ക് സ്ട്രീം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അടുത്ത പ്രശ്നമായി. തമിഴ്നാട്ടിലെ പ്രശ്നമായി. എടാ ഇങ്ങനെയാണോ ഇതൊക്കെ? എന്റെ തലയിൽ ഇങ്ങനെ വരണത്? ഒന്നും അറിയാണ്ട് കളിയാ വരുന്നില്ല നമ്മള്. ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. പറത്തി ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഗതയും പൊക്കി പോണവന്മാരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്നു കേട്ടോ.
अब आप किसी भी कैरेक्टर की जान डाल सकते हो, वो भी परफेक्ट बॉडी मूवमेंट्स और लिपसिंग के साथ, या किसी डांस के मूव्स कॉपी कर सकते हो। और ऐसी पॉडकास्ट वीडियोज यूट्यूब पे डाल के पैसा बना सकते हो, या खुद को किसी कैरेक्टर में ट्रांसफॉर्म कर लो, चाहे तो मोदी बन जाओ या डोनाल्ड ट्रंप या फिर प्लम्बर। और ऐसी वीडियोस बनाना काफी इजी है। आपको हिक्सफील्ड AI की वेबसाइट ओपन करके കാണിച്ചു തരുന്നില്ല ഞാൻ. സമാധാനമില്ല, കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല. ഇനി ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇനി അടുത്തതും കൊണ്ട് വരും ഓരോരുത്തന്മാര്. സത്യം. അതല്ല, നിങ്ങൾ ഏറ്റവും വേറൊരു കാര്യം ശ്രദ്ധിക്കണുണ്ട. വേറെ കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നമാര് കുറച്ച് ആൾക്കാരുണ്ടേ. നിങ്ങൾക്ക് കേറാൻ പറ്റിയ ടോപ്പ് 3 18+ വെബ്സൈറ്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി ഇടൂടാ. അടിക്കണം അവനെയൊക്കെ കണ്ട അപ്പോഴേ ബ്രോ ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് ചെന്നിട്ട് അവനെ വീട്ടിൽ ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ട് തുണ്ട് സൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ട് ടോപ്പ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് റീൽസിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കമന്റ് ചെയ്ത ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബോക്സിൽ അയച്ചു തരാന്ന്. വൃത്തികെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. എവിടെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്? ഒരു സിനിമയായിട്ട് ഇറക്കി എന്താണ് പ്രശ്നം? ഇവരെന്നെ പറയുന്നത് മറ്റേ കാസരിയുടെ മറ്റേ കുന്തമാണെന്ന് പറയുന്നത്. കാസരിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ആ പടം ഇറങ്ങിയപ്പം. ഭഗവന്ത് കാസരി ഇതിനെന്താ പ്രശ്നം? ഇതേ സെയിം പ്രമിസസ് അല്ലേ? അപ്പൊ അതാണ് ആലോചിച്ചു. ഇന്നലെ ഇറങ്ങേണ്ടിരുന്ന പടം ഇപ്പൊ അതിന്റെ ജാനുവരി 21 ഹിയറിംഗ് വെച്ചേക്കണം. 2 എടാ ഒരു സിനിമയാണ്. നിങ്ങൾ ഒരു സിനിമ ഒന്നുമില്ല. വിജയില ഫിക്ഷണൽ പടം ഒന്നുമില്ല. നീ കാണാൻ ഒരു ആകാംക്ഷ ഉണ്ട്. എന്താണ് ഇങ്ങനെ തടയണമെങ്കിൽ അത്രയ്ക്ക് എന്തോ ഒന്നുകൂടെ അവർ പൊള്ളിപ്പിച്ചത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. അതെന്തോ കട്ട് ചെയ്യണോ? ആ കട്ട് ചെയ്യും പറഞ്ഞു. എന്തിനാണ് ഈ കട്ട് ചെയ്യുന്നത്? ഇവിടെ എന്തൊക്കെ വാഞ്ഞ പടങ്ങൾ ഇറങ്ങണം. അതൊന്നും നിങ്ങൾ കട്ട് ചെയ്തില്ല. നിങ്ങൾ കേരള സ്റ്റോറി ഇറക്കി വിട്ടേലേടെ. അതെന്ത് കട്ട് ചെയ്യാത്ത? അയ്യോ അവിടെ എവിടെ പോയി സെൻസർ ബോർഡ്? ഇതുപോലത്തെ ഇല്ലോജിക്കൽ ബുൾഷിറ്റ് ഇറക്കിയിട്ട് നീയൊക്കെ എന്താ കട്ട് ചെയ്യാത്ത? സൂപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ സെലക്റ്റീവ് ഇതേപോലെയാണ് നമ്മൾ. അത് പോയിന്റ്. എനിക്കൊരു ഡൗട്ട് അല്ലേ, പടം എന്ന് ഇറങ്ങുന്നു എന്നാ 26-നല്ലായിരുന്നു റിലീസ് വെച്ചിരുന്നേ. വീണ്ടും മാറ്റി. കൈസ് എന്നത്തേക്കാ കൈസ് മാറ്റിയത്? എന്നത്തേക്കാ മാറ്റിയെന്ന് അറിയാമോ? 27 ഇറങ്ങത്തില്ലെന്നോ? അത് ഇറങ്ങാതിരിക്കുവോ? അത് എന്തായാലും ഇറങ്ങും. ഇനി ഒരു സംശയവും അത് ഇറങ്ങും. No man's waiting across the galaxy. I fully mapped the Earth scale explore area would be millions of rather than effectively impossible to finish. ഇതെന്താ സംഭവം ആർക്കെങ്കിലും മനസ്സിലായോ? പക്ഷെ ഇത് കളിച്ച കാത് മാത്രം അടിച്ചു പോകുമെന്നറിയാം. ഗെയിമാണോ? ഇതിന്റെ കളർ കണ്ടിട്ട് എനിക്ക് എന്തോ ഇത് തോന്നുന്നു. എന്തൊക്കെ കളേഴ്സാണ് അതിനകത്ത് വരുന്നത്? ബ്രോ എന്റെ ലേറ്റസ്റ്റ് വർക്കാണ്, കൊള്ളാമോ? എന്റെ അമ്മേ, അടേത് പുക പോന്ന നോക്കളിയാ. കിടിലോടാ, കിടിലും. GTA സ്പാം ബ്രോ. ആര് സ്പാം ചെയ്തുകൊണ്ട് എന്റെ ഡിസിഷൻ മാറ്റൂല. ചാറ്റ് നോക്കി ഞാൻ ഇത് ചെയ്യുന്ന ഒരാളല്ല ബ്രോ. അത് വേറെ ആൾക്കാരുടെ സ്ട്രീമിൽ കണ്ടിട്ടുണ്ടാവും. ഇനി എന്ത് സ്പാം ചെയ്താലും ഞാൻ എപ്പോ GTAക്കകത്ത് കയറണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കത്തുള്ളൂ. മനസ്സിലായ? അടിപൊളി ബ്രോ, അടിപൊളി. വണ്ടി നടക്കണേ ബ്രോ. വണ്ടി കയറി
ഇല്ല കിട്ടൂല. മൂന്നായിട്ടില്ല നമുക്ക് ഈ വീക്ക് ഒന്നായിട്ടുള്ളൂ. മറ്റത് കഴിഞ്ഞ വീക്കായ സാറാണ്. ലോക്കാണ് എക്സ്ചേഞ്ച് ഓഫറാണ്. അൺലോക്കാ ഒന്നുകൂടെ ഇല്ലടാ അൺലോക്കല്ല ഒന്നുകൂടി. ഇല്ല ഒരാളും വരൂല കേട്ടാ. നിക്കറ് ക്യാമ്പസിലാണ് നിങ്ങൾ. എടാ ഇതൊക്കെ കാണുമ്പോഴാ സന്തോഷം എന്നല്ല, ഇതൊക്കെ കാണുമ്പോഴേ ഇപ്പൊ സന്തോഷം കിട്ടുന്നുള്ളൂ. വേറെ എന്ത് സന്തോഷമോ ഈ ആർപ്പിക്കകത്തൊക്കെ ഉള്ളത് ഇപ്പോ? ഇതൊക്കെ ഉള്ളു ഇപ്പൊ ഏക ഉള്ളൊരു സന്തോഷം. ഇത് നാളെ ക്ലിപ്പായിട്ട് വരുന്നതിന് അടുത്ത ദിവസമായിരിക്കും TV vs KB ആവാൻ പോണത്. ഒരു സംശയവും ഇല്ല. വീഡിയോ ഇതിന് പോവാൻ പറ്റിയില്ല എനിക്ക്. എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കോച്ച് ഒരു പ്ലാനും ഇല്ലാതെ ഇത് നടത്തിയതുകൊണ്ടാ, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാം നടന്നുകൊണ്ടാ എനിക്ക് പോകാൻ പറ്റാഞ്ഞ്. ഇത് നമ്മുടെ മിഥുൻ രാജ് ആടി വയ്യാഞ്ഞിട്ട് അവൻ പോയി ഇറങ്ങി മേടിച്ചില്ലടാ അത്രയും. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷം ക്യാമറ ചെറുക്ക സെറ്റ് ആവണടാ. ഏതാലേ അടുത്ത വട്ടം ചെറുക്കന്റെ ഹെൽത്ത് ഒക്കെ സെറ്റ് ആയിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് വരട്ടെ. ആൽക്കഹോൾ തുടങ്ങിയ സൂക്കട് തുടങ്ങിയ ആർപ്പി കയറാൻ പറഞ്ഞവൻ വന്ന് പ്രാഗി തുപ്പി അവന്റെ തലക്ക് കഴിഞ്ഞിട്ട് പോയി. അവന്റെ തലക്ക് കഴിഞ്ഞിട്ട് പോയതാണ് അത്. കണ്ടാ പോയി ഡിസ്കോഡ് പോയി. എന്താ പെർഫോം ചെയ്തോണ്ടിരുന്നപ്പോ ഇവൻ ലൈവായിട്ട് വരച്ചു തന്നതാ എന്നെ. ലൈവായിട്ട് വരച്ചോ? ഞാൻ പെർഫോം ചെയ്തോണ്ടിരിക്കുക, സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ഇവൻ വരച്ച്. ഇത് കൂടാതെ അവൻ ദേവൂട്ടന്റെ എന്റെ ഉള്ളൊരു ഫോട്ടോ താഴെ ഷോ കേസിലിരിക്കുക കാണിക്കാൻ. ഇതെന്താ ഇതിന് നിങ്ങളിങ്ങനെ ആണോടാ നീ ഇങ്ങനെ? ഇത് പണ്ട് ഇത് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ എന്തായിരുന്നു അറിയോ? TV vs മാസ്. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഈ സൗണ്ട് ഇങ്ങനെ എരപ്പ് കേൾക്കുമ്പോഴേ എനിക്ക് എന്റെ മനസ്സിൽ ട്രോമയാ അത് ഇപ്പോഴും. മാസ് TVയോടുള്ള പണ്ടത്തെ സിറ്റുവേഷൻ. ഏതൊക്കെ പണ്ടിങ്ങനെയായിരുന്നു സംസാരിക്കുന്നത്, ഇങ്ങനെയായിരുന്നു സംസാരിക്കുന്നത് ഏതൊക്കെ. മെക്കയ്ക്ക് വരെ ഏതൊക്കെയോ സെർവറിൽ പെക്ക വന്നു തുടങ്ങിയത് ഞാൻ അറിയുന്നുണ്ട്.
ഇങ്ങനെ ഒരു സൈഡ് എങ്കോടിച്ചിരിക്കണ ഒരു പെക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പയ്യെ തമ്പുരാൻ അറിയാന് ചാടിയും പാടിയും നാം ഒന്നായി ചേരും കാവളം പൈങ്കിളിയായി വസന്തം വരവായി പാവം പ്രാവുകൾ പിച്ചു നടന്നോട്. നിനക്കൊക്കെ എന്താ ഇപ്പൊ അവിടെ കുറച്ച് 2-3 രോമം എക്സ്ട്രാ വരച്ചെന്ന് പറഞ്ഞ എന്താ പ്രശ്നം? ചാറ്റിലെന്താ പ്രശ്നം? നീ അധികം എന്നെ അങ്ങ് പുഷ്ടിപ്പിക്കല്ലേ ഏട്ടാ. പാഴ്മൂളം തണ്ടിച്ചുണ്ടാൽ മൂളട്ടെ മാമരങ്ങളെ ഒരു മഞ്ഞു കൂടുമേഞ്ഞു Thank you so much, Amal Sindhu bro. Means a lot. Thank you so much. Means a lot. Anna, hi. I hope you and your family are doing well. Anna, if you like this content, please check if you are regarding general VC. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫോണിൽ പ്രീ ഓർഡർ റെഡി എന്നൊരു മെസ്സേജ്. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ വണ്ടി എടുത്ത് പോയി സാധനം നോക്കി. ഡെസ്റ്റിൻ റൈവൽസിന്റെ ബൂസ്റ്റർ ബണ്ടിൽ വിത്ത് പ്രൈസ് ഓഫ് 2500. ഇതുവരെ ഇല്ലാത്തൊരു കളക്ഷൻ സാധനം ഇതാണ് കേട്ടാ. സത്യം പറയാല്ലേ. നിങ്ങൾക്ക് കാർഡ് കളക്ഷൻ ഉണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഈ സെറ്റിലെ നമ്മുടെ മെയിൻ ചേസ് കാർഡ് ടീം റോക്കറ്റ്സ് മ്യൂട്ടു വിത്ത് പ്രൈസ് ഓഫ് 32,000 ഇന്ത്യൻ റുപ്പീസ്. ഇത് കൂടാതെ ഈതൻ സൊഹോയും സിന്ധ്യാസ് കർച്ചമും ചേസക്കനും ഉൾപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി ഈ സെറ്റിന്റെ പല വെറൈറ്റി ഓഫ് പാക്സ് നമ്മൾ ഓൾറെഡി തുറന്നതാണ്. ആൻഡ് ഇനി വരാൻ പോകുന്ന യൂട്യൂബ് വീഡിയോയിൽ 17,000 രൂപ വരുന്ന ഈ സെറ്റിന്റെ ബൂസ്റ്റർ ബോക്സ് ആണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. മാത്രമല്ല പോക്കിമോൺ കാർഡ്സിന്റെ ബേസിക്സിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാട്ടാ. ഇത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ബഞ്ച് ഓഫ് കാർഡ്സിലൊക്കെ ഏതെങ്കിലും ഒരു റെയർ കാർഡൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ 750 രൂപയ്ക്ക് 800 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു കാർഡിന്റെ പാക്കേജിനകത്ത് ഒരു റെയർ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ കാർഡിന് 20,000 30,000 രൂപയൊക്കെ ഉള്ള കാർഡുകളൊക്കെ ഉണ്ട്. ഒരു സിംഗിൾ ഒരു കാർഡ്. എടാ അത് നിനക്ക് ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. റയറിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും ഈ കാർഡിന്റെ. അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ കാർഡിന്റെ റയറിറ്റി എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ റയറിറ്റി അനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ഭയങ്കര എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, മനസ്സിലായ? ലക്കാണ്. പിന്നെ നമുക്ക് സാധനം കാർഡ് മേടിക്കുന്ന എല്ലാത്തിനകത്തും അങ്ങനത്തെ കാർഡ് ഉണ്ടാവണമെന്നൊന്നും ഇല്ല, മനസ്സിലായ? കളിക്കാൻ പറ്റുമോ? ഇത് കളിക്കുന്ന കാർഡല്ലല്ലോ, ഇത് കളക്ഷനബിൾ അല്ലേ ഗൈസ്? ഇത് കളക്ഷനബിൾ അല്ലേ? ഇത് കളിക്കാൻ പറ്റും ഇതൊക്കെ വെച്ച്? എനിക്ക് അറിഞ്ഞൂടാ. സോ നിങ്ങൾക്ക് പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പോക്കിമോൺ 151 ശേഷം ഫാൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത സെറ്റാണ് ഡെസ്റ്റിൻ റൈവൽസ്. ബട്ട് ഈ സെറ്റിലെ ആർട്ട് വർക്ക് പറയുന്നത്ര ഹൈപ്പ് കൊണ്ടുവരുന്നില്ല എന്നാണ് പോക്കിമോൺ കമ്മ്യൂണിറ്റിയിലെ ഒരു 50% ആൾക്കാരുടെ അഭിപ്രായം. ഈ സെറ്റിലെ കാർഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് കാർഡ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാം. നീ പോക്കിമോൺ കാണുമായിരുന്നോ രഘുലേ? ഞാൻ പണ്ട് ആഷ് ഇതൊക്കെ കാണുമായിരുന്നോ? പിന്നെ ടീം RR കഴ. കിഡ്സ് ആർ ബിൽറ്റ് ഡിഫറെന്റ്. പറ്റിയോ? TV പോയി. ഒന്നല്ലേ TV. എനിക്ക് സാധനം എൻജോയ് ചെയ്യാൻ പറ്റില്ല സീരിയസ് ആയിട്ട്. എനിക്കിത് പറ്റൂല. എനിക്കിത് കാണുമ്പോ ഭയങ്കര എന്തോ പോലെയാണ്. എനിക്കിത് പറ്റൂല. അയ്യോ ഇതെനിക്ക് കാണുന്ന എല്ലോ എന്തോ പോലെയാണ്. എനിക്ക് സത്യമായിട്ട് കാണാൻ പറ്റൂല. Every details in this game makes the world feel real and alive. Eagle bro എന്തെങ്കിലും കളിക്കുന്ന വിശ്വാസത്തോടെ മിസ്റ്റർ Watcher 1 to Bravo 6, Watcher to Bravo, over. Laswell, go for 6. John, Makarov is out. Say again, Laswell. Makarov is out. He's on the move, John. Abort! Turn us around! ഇത് സ്പോയിലർ ആണോ? അണ്ണാ എന്റെ ലൈഫിൽ ഈ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. അണ്ണന് കുറച്ച് ഡോഗ്സ് ആണ്. അത് നീ ഓൾറെഡി ഇട്ടതല്ലേ? കണ്ണൻ 1v3. ഞാൻ അറിയാതെ വണ്ടി ഇറങ്ങി വീണാണ്. കഴിഞ്ഞൊക്കെ അറിയാതെ വണ്ടി ഇറങ്ങി വീണാണ്.
ഞാൻ ഒരു വണ്ടി ടിപ്പ് എടുത്തിട്ട് വരാം. മാർക്ക് ചെയ്തടാ, മാർക്ക് ചെയ്ത ലൊക്കേഷൻ വണ്ടി വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്. ഈ വണ്ടി അടിച്ച് ഒരു വണ്ടിയൊക്കെ വെച്ച് നമ്മളെ ബേറ്റ് ചെയ്യിപ്പിക്കുക. കണ്ണാപ്പിയൊക്കെ പ്രോ ഇന്നലത്തെ കൺസൈൻമെന്റ് ഞാൻ ഒരു സത്യം പറയാം. ഇല്ലല്ല, കണ്ണാപ്പി പ്രോ ആയതല്ല അളിയാ. ഇന്നലത്തെ കൺസൈൻമെന്റില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുകയില്ല, ഒരു സൗണ്ട് പോലും കേൾപ്പിക്കാത്ത ആദ്യമായിട്ട് GT ഇൻസ്റ്റാൾ ചെയ്ത ഒരു 10-15 പേര് PDയിൽ കളിച്ച കൺസൈൻമെന്റ് ആയിരുന്നു ഇന്നലത്തെ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? എടാ അവിടെ ഈ ഒരുത്തൻ 2-3 പേര് ട്രക്കായിട്ട് എങ്ങോട്ടോ പോവാ, വേറെ 2 പേര് ഞാൻ നോക്കിയപ്പോ മറ്റേ കൂടുതൽ ജംഗ്ഷനിൽ നിന്ന് ചായ കുടിക്കണ്, 3 പേര് വണ്ടിക്കകത്ത് പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് പോണ അവന്മാരുടെ പുറകെ അരമണിക്കൂർ ഓടി ഞാൻ. അത് ഇതൊരു എനിക്ക് ഉറപ്പാണ്, ഇത് PD അല്ല. ഇത് ഇന്നലെ കളിച്ചത് PD അല്ല, നമ്മൾ ഇതുവരെ കണ്ട PD അല്ല ഇന്നലെ കളിച്ചത്. ഇത് കണ്ണാപ്പി എന്തോ സെറ്റ് ചെയ്ത് വെച്ച് കൊണ്ടുവരുന്ന സാധനമാണ് ഇതൊക്കെ. ഇതെന്താ ഇനിയുള്ള സിറ്റുവേഷനിലൊക്കെ ഇവരെ കൺട്രോൾ ചെയ്യാൻ ഞാൻ വേണം, അല്ലെ പറ്റത്തില്ല. പറ കോച്ച്. செத்தது உனக்கு காணிக்கவா? காணிக்க கோச், காணிக்க. நம்ம டீம்ல நேத்து அவகிட்ட சொன்ன கேட்டானா? ഇവിടെ பாரு, കാണാമോ? കാണാം. 232 FPS സൂപ്പർ. ഇതെങ്ങനെ കിട്ടണത്? അല്ല, എന്റെ സിസ്റ്റം ഓൾറെഡി ഇത് ചെയ്യാൻ കോച്ച്. ഇത് പ്ലേ ആവുന്നല്ലോ. இல்ல இல்ல வெயிட் நான் ஒருத்தனை காணிக்கிறேன் இரு, அவன் என்ன பண்ணான்னு மட்டும் பாரு. വണ്ടി ഓടിക്കുന്ന நானு ஓகே. என் கூட யார் இருக்கா? சந்திரன். ஓகே ஓகே. நீங்க பாத்து வண்டி சவுண்ட் அவ்வளவு கேக்குது. தண்ணிக்குள்ள ஓகே. இப்ப வந்து நான் சும்மா டீம்மேட்டை வெறுப்பேத்துறதுக்காக வெடி வச்சு ஓகேவா? அவட வந்து கலிஞ்சுன்னு சொல்றாங்க. ஓகே அங்க பாரு, அச்சு செத்து கிடக்கு. കളിക്കാതെ സെത്ത് പോയി. എങ്ങനെ ചത്ത്? ഫുഡ് കളിക്കാതെ അപ്പുറമാ തിരിച്ചു വന്ന് അലിയ എവിടെ കേട്ടാ തരുവാ? അത് ഓർമ്മയുണ്ട്. അതാ ഞാൻ നോക്കിയത്. കുറച്ചുനേരം ഒന്നും മിണ്ടായിരുന്നു ഇന്നലെ റേഡിയോയില്. അച്ചിയൊക്കെ എന്ത് ചെയ്യാനാണ് പറ ദൈവമേ. ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. அதுக்கு ஒரு டீலிங் வர பேசுதா. ഇത് പറയാനാണ് കോച്ച്. ഞാൻ ഇതൊന്ന് കണ്ടിട്ട് വരാവേ. ഓക്കെ. കോച്ച് സിറ്റുവേഷൻ ആയോ ആരെല്ലോ? EVXோட സിറ്റുവേഷൻ ആകെ പോതെന്ന് നിனைக்கிறேன். നോക്കിട്ട് പറയണേ എന്റെ അടുത്തൊന്ന്. ഓക്കെ ശരി. നീ കുറച്ചു നേരം നിന്റെ വായ ചവിട്ടിക്കീറിയ മനസ്സിലായോ? നീ കുറക്കാനിട്ട് മനസ്സിലായടാ? ഇത് എന്റെ മൈക്കിലാട്ടോ ഇവ സംസാരിക്കണം. ഇത് ഞാൻ കൊടുത്ത മൈക്ക്. ഇത് തിരിച്ചു മേടിക്കണം. ഇത് എന്റെനേക്കാൾ സൗണ്ട് ഉണ്ട് കേട്ടാ. കണ്ട, ഞാൻ കൺട്രോൾ ചെയ്ത് കണ്ടായിരുന്നോടാ. കണ്ണാപ്പി വേണ്ട വണ്ടിയില് വായിലാണോ എന്റെ?
മന്ദാരം വരുന്നെന്ന് പറഞ്ഞേന്ന്. അണ്ണനാണ് അവിടെ ഫുൾ കൊണ. ഞാനാണ് അവിടെ കൊണയത്. എടാ നീയേ ഇപ്പൊ ഈ കാണിച്ച ഡിൽഡോ പെയിൻ ഇല്ലേ, അവന്റെ പിയോവി ഒന്ന് കാണണം നീ ജസ്റ്റ്, എന്നാലും നിനക്ക് മനസ്സിലാവും. മരിച്ചാ അവനോട് അങ്ങോട്ട് വരാൻ പറ. വെറുതെ എന്തിന് ചന്ദ്രനാണോ ഓടിക്കുന്നത്? എടുത്തോണ്ട് അങ്ങോട്ട് വരാൻ പറ. അവന്റെ വണ്ടി കത്തി. എന്ത് നമ്മൾ ഇനി താഴ്ത്തണ്ടേ? ഇല്ല, അവന്റെ കാത്തി കത്തിയൊന്നുമില്ല. ചന്ദ്രു പേടിക്കല്ലേ? പേടിയൊന്നുമില്ല, വെറുതെ ചെറിയൊരു ഭയം. മന്ദാരം എല്ലാം ഈ കുണ്ണ കാരണമായ. പക്ഷെ അതുവരെ എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടാ. ഇവൻ ചന്ദ്രൻ അത്യാവശ്യം നന്നായിട്ട് ഹെലി ഓടിക്കൂടാ. ചന്ദ്രൻ അത്യാവശ്യം നന്നായിട്ട് ഹെലി ഓടിക്കും. അതെ 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 അതെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വർണ്ണമൊക്കെ മേടിക്കുന്നത് നിർത്തിക്കോ. എന്നിട്ട് നേരെ GPU, RAM തുടങ്ങിയ സാധനങ്ങളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറച്ചു വിൽക്കാൻ നിൽക്കൂ. ബിക്കോസ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കോട്ടെ. എടാ റാമിന്റെ ഒക്കെ വില കണ്ടാ നിങ്ങളിപ്പോ? എത്ര അളിയാ? 40,000 45,000 രൂപയ്ക്ക് വരെ ഉള്ള റാമിനിപ്പോ 40,000 രൂപ. ഞാൻ 8,000 രൂപ. അതാ പറഞ്ഞത്. എന്തൊക്കെയാലേ അത് എന്തിന്റെയോ അവൈലബിലിറ്റി കുറഞ്ഞതിന്റെ ആണോ ആന്ന് തോന്നുന്നു. PSIന്റെ പ്രൈസ് ആണ്. ആ സത്യം 70,000 50,000 രൂപയൊക്കെ മുകളിലൊക്കെ ആയി. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. വേറെന്താ ഹാർപ്പി റിലേറ്റഡ് വീഡിയോസ് ഒന്നും കുഴപ്പമില്ല. അത് നമ്മൾ കണ്ടതാ. അണ്ണാ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അണ്ണ ഹോണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ പറയാം. അല്ല എടാ കണ്ണാപ്പി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ക്ലിയർ കട്ട് ആയിട്ട് പറയാം. നീയും നിനക്കൊന്നും PvP കളി വന്ന് മുമ്പിച്ചാണെന്നോ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഉള്ള കഴിവില്ലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ ഞാൻ താഴത്തെ ഉള്ളായിരുന്നു. ഓ കുറച്ച് ദിവസമായിട്ട് ലൈവ് ഇട്ട് കിട്ടുന്ന പൈസ എല്ലാം ഇറക്കി. അതാണ് കുറച്ച് ദിവസമായിട്ട് ലൈവ് വരുന്നത്, മനസ്സിലായ? അല്ല ഈ ഗ്രൈൻഡ് ചെയ്തതിന് മുമ്പ് സാഷ അടിച്ചിട്ട് കൂടെ ഒന്ന് അടിയണമായിരുന്നു. എന്നാലും ഒരു ഇമ്പാക്ട് ഉണ്ടാവുള്ളായിരുന്നു. അതും കൂടെ വേണമായിരുന്നു. ഗൈസ് ഇതൊന്നും അല്ല സംഭവം. എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളുടെ അടുത്ത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ആര് വന്ന് വള്ളി എടുത്താലും കണ്ണാപ്പിക്ക് നല്ല വിളി കേൾക്കുന്നുണ്ട്. അപ്പൊ വാറ് വരുമ്പോ ഇവനെ ലൈനപ്പിൽ ഇടുന്നതുമില്ല, മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയതിന്റെ മെയിൻ കാരണം അതാ. വാറിലെ ലൈനപ്പിലും ഇടുന്നില്ല, പ്രീ വാറിലും ഇടത്തില്ല, മറ്റേതിലും ഇടത്തില്ല. അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ച് കയറി പറ്റണം. അതാണ് ഇപ്പൊ പുതിയ ഗ്രൈൻഡ് ഇന്നെല്ലാരും അവൈലബിൾ അല്ലടാ. ഇന്നെല്ലാരും അവൈലബിൾ അല്ല, അത് ഓൾറെഡി പറഞ്ഞു. TDM ഒരു ചെറുക്കന് പൈസയും കൊടുത്ത് TDMലെ ക്ലിപ്പ് എടുത്ത് എഡിറ്റ് ചെയ്യിപ്പിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കയറ്റി ഇട്ടിരിക്കണം. അച്ചി 60 കണക്ക് കേട്ടിട്ടുണ്ട്. എന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് നീ ഒന്ന് കേറി 60 ഞാനും കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ എടാ എപ്പോഴാ പ്രീ വാറിന് എപ്പോഴാ?
ചന്ദ്ര ഇതൊന്ന് കഴിഞ്ഞോട്ടെ ചന്ദ്ര. ഏത് നമ്മള് കുറച്ചൊരു കാര്യം നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി. ബ്രോ നമ്മുടെ ഇന്ന് വേണ്ടെന്ന് എന്തിനിന്ന് വേണ്ട കടിയുന്ന നോക്കിക്കോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഗൈസ്, ഇതില് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ ടി വി എന്ന്, ബാക്കി ഇത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാ. ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യണം. അവര് തമ്മിൽ അവരിതിനകത്ത് ടി വിയിൽ ഒത്തിരി പേരുണ്ടെന്ന് വിചാരിച്ച് മുട്ടം വിളി എന്തൊക്കെയോ വിളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? സമാധാനം. കഴിച്ചിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. ഹലോ 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 ആനെ പിടിച്ചടാ, ആന ഇറങ്ങണോ എന്റെ അടുത്ത്? അറുപതോ റേഡിയോ 60 തമ്മിൽ സംസാരിക്കാണോ? സ്വന്തം മൊത്തമാക്കി ജീവിക്കുന്ന കൊമ്പനുണ്ടോ ഇവിടെ? പണ്ടിവനാന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞൊന്നും കേട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയേ ഗൈസ്, അവിടെ എന്നാ സമാധാനപരമായിട്ട് സംസാരിക്കുവാണോ അതൊന്നും കൺഫേം പോലും ചെയ്തില്ല. നേരെ കണക്ട് ചെയ്ത് റേഡിയോ സംസാരിച്ചൊക്കെ തുടങ്ങി. എന്നാ അവിടെ സോൾവ് ആയോ, അവിടെ ഇതായോ, അതൊന്നും ഇല്ല. സംഭവം പോലും മനസ്സിലാവില്ല. ഞാൻ കേറിയത് ചന്ദ്ര ഒന്നും മനസ്സിലാവില്ല, എന്തൊക്കെയാ പറയാ. ടിജിയെ പുണ്യാളെന്ന പേര് പറഞ്ഞാ പോയി. എക്സ്ക്യൂസ് മീ ഹലോ 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 എക്സ്ക്യൂസ് മീ. ചന്ദ്രൻ ഇച്ഛായെങ്കിലും ചന്ദ്രനെ ഒന്ന് വൈറ്റ് ചെയ്യരുത്. സംസാരത്തിൽ ശരിയാക്കാം. കൂട്ടുകാരെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ആരും പറയുന്ന ഒന്നും മനസ്സിലായി. ഇപ്പൊ തെറി വിളിച്ചാൽ പോലും ഇമാർക്ക് മനസ്സിലാവത്തില്ല. നല്ല വീഡിയോ, അടിപൊളി. ടിജി സിറ്റുവേഷൻ മീം ട്രോൾ. എനിക്കിത് കാണാൻ അയ്യോ. ആഞ്ജനേയ സ്വാമി ശരണമയ്യപ്പ. ஐயோ பின்னாடி டிராக்டர்ல 50 பேர் வர்றாங்கப்பா. என்னது 50 பேர் டிராக்டர்ல வரானுங்களா? மாப்ள அவனுக்கு சைடு 50 பேர், நம்ம சைடு 50 பேர், சரியா இருக்குமா? கவலைப்படாதீங்க மாமா, உங்க மாப்பிள்ள வேட்டி இறக்கி விட்டாண்ட சாதாரண மனுஷன், அதே வேட்டியை தூக்கி மடிச்சு கட்டினாண்டா மதம் கொண்ட யானை. இருக்குடா. ഐജില് പോയാ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. அவன் மட்டும் என் கல்ல மாட்ட வெட்டாம விட மாட்டேன். തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. അണ്ണാ സ്റ്റീവ് ഒരു 15 ദിവസത്തേക്കില്ല കേട്ടോ സിറ്റിയിൽ. ഇനി
പോയി അപ്പഴേ കൊണ്ടുപോയി. എന്തൊക്കെ സാധനങ്ങളാണെന്ന് പറയണ. താഴെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കാവോ? എവിടെ? ഏറ്റവും താഴെ. അതായത് കണ്ണാപ്പിയാ എവിടുന്ന് വന്നതാണ്? പറന്നോന്നാണ് അടിച്ചു. പാവടാ, എന്തൊരു കഷ്ടമായി പോയത്, എന്ത് ദാരുണമായി പോയല്ലേ അത്. ഇവിടെ കൊറേ TJ vs TVയുടെ വീഡിയോ ഉണ്ട്, ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാവേ ഗൈസ്. മേളിലാണോ? ഇതെന്താ വാറില് തല്ലു മേടിച്ചിട്ടേ സ്വന്തം ചാറ്റിൽ പോയിട്ട് സ്വന്തം അക്കൗണ്ട് ചെയ്ത് അക്കൗണ്ടിങ് മാറ്റി ഒന്നോടായിരുന്നു. നിങ്ങളത് ആലോചിച്ചോക്കെ ഇവന്മാർ എന്തിനാ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന്. അല്ല, അവന്റെ പിൻ ചെയ്ത മെസ്സേജ് കണ്ടോ ബ്രോ? ഇതിൽ അല്ലല്ല, ഇത് കണ്ട, ഇതിന്റെ അപ്പുറത്ത് എന്താ ഫ്രസ്ട്രേഷൻ? അല്ല, അതിന്റെ അപ്പുറത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ പേജ്. കണ്ട, കുക്കുഡ് വാസ്തു ജയിച്ച് സ്പാം ഹാഷ്ടാഗ് കൊട്ടത്. ഇവിടെ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ പറ്റണ ഗൈസ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എങ്ങനെ ആവാൻ പറ്റണ ഗൈസ് ഇങ്ങനെ ഒരാൾക്ക്? അതായത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ പറ്റണേ? എന്റെ ദൈവമേ, സമ്മതിക്കണം മോനെ നിന്റെ തൊലിക്കെട്ടി. ഇല്ലടാ, ഞാൻ വേണ്ട, ഞാൻ നന്നായി, ഞാൻ തെറിവിളില്ല. കോമാളികളോട് മറുപടി കൊടുത്താൽ ശരിയാവും. ഞാൻ ഈ കോമാളികളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഭാഷ എന്റെ കയ്യിൽ നിന്ന് പോകും, അതുകൊണ്ട് കോമാളിയെ വിടുന്നു. ഞാനും നീയായിട്ട് ഒരു ഇതില് ഇനി മേലെ എന്റെ പിന്നാലെ നടക്കണം. ഇമാതിരി 4 ടീംസിന്റെ കൂടെ നടക്കുന്ന നിന്നെയാണ് എനിക്ക് വേണ്ട. എനിക്ക് നീയായിട്ട് ഒരു ബന്ധവും കേട്ടോ. മര്യാദയ്ക്ക് ഒരു പെൺപിള്ളേരോട് എങ്ങനെ സംസാരിക്കണം പറയാത്ത പ്രമാണങ്ങളെ കുട്ടി എന്റെ അടുത്ത് വരാൻ. അല്ലല്ലോ, ഇവർക്ക് ഇവന്റെ ലവർന്ന് കേട്ടാ. ആരായിരുന്നു അത്? ഇമാതിരി 4 ടീംസിന്റെ കൂടെ നടക്കുന്ന നിന്നെയാണ് കൊമ്പനെയാണ് പറഞ്ഞതോ? എനിക്ക് വേണ്ട. എനിക്ക് നീയായിട്ട് ഒരു ബന്ധവും കേട്ടോ. മര്യാദയ്ക്ക് ഒരു പെൺപിള്ളേരോട് എങ്ങനെ സംസാരിക്കണം പറയാത്ത പ്രമാണങ്ങളെ കുട്ടി എന്റെ അടുത്ത് വരാൻ. കയ്യില് പിടികിട്ടിയ കളിയാ ഇടിക്കുവായിരുന്നു കേട്ടോ ഇവനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ അതൊന്നും ഒബ്ജക്ട് ചെയ്യാൻ പോലും നിന്നില്ല. വർത്താനം ഇതാ, നമുക്കറിയാലോ, ഇനിയിപ്പോ തിരിച്ചു പോയേക്കാം. Be like him, accept and move on. അത് ചെയ്യാല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? നീയല്ല 10 കൊമ്പം വന്നാലും തീർത്ത് കൊടുത്തില്ലത്. ഏതാ ഡയലോഗൊക്കെ? വാറിന് മുമ്പുള്ള
വാറിന് മുമ്പുള്ള പ്രദർശനം ആണ് സഖിയെ. എന്നെ കൂട്ടിയില്ല പോപ്സൈഡ് ആരോ റിക്വസ്റ്റ് അല്ലല്ല ഇതാണ് നമ്മുടെ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ആ അവിടെ കളിക്കുന്ന 2 പ്ലേയേഴ്സിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് മര്യാദക്ക് സിറ്റുവേഷനിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ആർ പി കണ്ട് സിറ്റി കൊണച്ചാലും ആർ പി ആയിട്ട് കണ്ട് സംസാരിക്കുന്നത് വളരെ 1-2 പേരേ ഉള്ളു. അതിലൊന്ന് ഈ പുള്ളിയും, ഒന്ന് മറ്റേ സ്മോക്ഡ് ബാബ്സോ. അവന്മാർ 2 ഉള്ളു, വേറെ ആരും ഇല്ല അവിടെ. മനസ്സിലായോ? വേറെ ആരും ഇല്ല അവിടെ, വേറെ ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ വെളിയിലിരുന്ന് ഈ ഓഡിയൻസിനോടും ഇതിനോടും പറയണം. അവൻ സിറ്റിക്കകത്ത് പറയണതിൽ ഒരു പ്രശ്നമില്ല, സീനില്ല. മനസ്സിലായി? ഈ സിറ്റിയുടെ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കുണയ്ക്കണത് ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. അവിടെ 1-2 പേരേ ഉള്ളു അവിടെ. അത് പറയാതിരിക്കാൻ ആരോ ഇഷ്ടം കൊണ്ട് ചെയ്തിട്ടതാണേ. ദ മോസ്റ്റ് മെച്യൂർ ആൻഡ് ഇമ്മച്യൂർ ലീഡർ ഓഫ് പണിയും കഴിഞ്ഞ് ചോരയെ കുടിച്ച് അപ്പന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടോ മക്കളെ? മെച്യൂർ പണിയും കഴിഞ്ഞ് ചോരയെ കുടിച്ച് അപ്പന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടോ മക്കളെ? ധരിಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ഇവരിപ്പോ ലേറ്റ് നൈറ്റ് ആരൊക്കെയോ പേര് യൂസർ നെയിം 1 യൂസർ നെയിം 2 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരോട് VC-യിൽ ഇരിക്കുന്ന ഞാൻ കാണാറുണ്ടേ. ഒരു വെളുപ്പിന് 2 മണി 2:30 3 മണി സമയങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടുവരുവാണിത്. ഇതെന്താ ഈ കൊമ്പൂരി കൈ പിടിച്ചേക്കണ്? ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ട. ദേവൂട്ടം കരയുമ്പോ ഇനി കാണിക്കാം. സേവ് ചെയ്യട്ടെ. ദേവൂട്ടം കരയുമ്പോ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ. ചില്ലറ ചാറ്റിലെ അവന്മാർക്കാണ് കഴപ്പ്. അയ്യോ ബ്രോ, ഇവന്മാരുടെ ചാറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക ആകെ 10-12 പേര് അവിടെ നിന്ന് ഇത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സിറ്റുവേഷൻ വരും. ഫ്ലയർ ബ്രോ താങ്ക് യു സോ മച്ച് 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇവന്മാരെ അവരാധിക്കുന്ന ഇവിടുത്തെ 15,000 പേരുടെ സ്ക്രീൻഷോട്ട് അവിടെ കൊണ്ടിട്ട് അവൻ വെറുത്തു പോവും. മനസ്സിലായ? നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ഞാൻ പറഞ്ഞത് ഈ ചാറ്റിലുള്ളവന്മാർ എന്ത് ഗുണം പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. സ്ട്രീമർ ആയിട്ടുള്ള ആൾക്കാർ തന്നെ അത് ചെയ്യാൻ പറയിപ്പിക്കുക എന്ന് പറയണതാണ് ഇത് പറയല്ല. ഈ ചാറ്റിൽ പറയുന്നവരെ നീ നോക്കണ്ട, ഒന്നും നോക്കണ്ട. അവർ നിന്നോട് കുണച്ച പോലെ ആ ജർമ്മൻ പട്ടിയുടെ അടുത്ത് പോയി എല്ലാ ഫ്രസ്ട്രേഷനും തീർക്ക്. ഫ്രസ്ട്രേഷൻ ഒന്നും നമുക്കില്ല, ആ പട്ടിയുടെ അടുത്ത് തീർക്കണ്ട ബ്രോ, നമ്മൾ TV അല്ല. ഫോർബ്സ് ചില ടൈം ബ്രെയിൻഡഡ് ആണ്, സത്യം. അവര് തന്നെ അവരുടെ അവരുടെ ലൈവിലാണല്ലേ. അത് ശരിയാണ്, അത് യോജിക്കുന്നു. കട്ടാളൻ അതിനോട് നമ്മൾ എന്തായാലും യോജിക്കുന്ന കാര്യമാണ് അത്. ഇന്റർനാഷണൽ ലൂക്ക് ഇതെന്താ? Say Kumba Poyumba.
Yo, what that mean? Komban Poyomba. ഇതാരാ? ഇത് കളിയാ, ഇത് യുഎസിലുള്ള സ്ട്രീമർ ഇതിനകത്ത് ഈ കൊമ്പന്റെ പേര് വന്നേ? ചാച്ചി പറഞ്ഞോ അതൊക്കെ മുമ്പിൽ തരുവാടാ. ഇതൊക്കെ എന്താണ്ടി? ഇതൊന്നും എൻജോയ് ചെയ്യുന്ന അതൊന്നും അതിനൊരു ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയാനുള്ളായിരുന്നു നമുക്ക് പറഞ്ഞാൽ പോരെ. വെളിയിലൊരുത്തരുടെ അടുത്ത് പോയിപ്പോണ്ട് പറയിക്കേണ്ട ആവശ്യമുണ്ടോ? ചേച്ചിന് സങ്കടമായാടാ, തൊത്തോടുവേ സാവേജ്, നിനക്കങ്ങ് സങ്കടമായാടാ. സങ്കടമെങ്കിൽ വീട്ടിൽ കിടക്കുന്ന എന്റെ തള്ളേനെ കുടിച്ചിർത്തിയുള്ള വായിക്കടിച്ചു കൊടുക്കടാ പൂറി മോനെ, കേട്ടറാ. സാവേജ് തള്ളയോളി പോട്ടോ, കരയണ്ട കേട്ടോ. മോക്ക് ഇങ്കിപ്പാപ്പം നിന്റെ തന്ത പിടിച്ചു തരും. അവളുടെ മയിര് സാവേജിന്റെ അരി പോകാൻ പറ പൂറിമാനോട്. ഫ്രഷ്ണ്ട് മനസ്സിലെ. ഇവന്മാരാണടാ നമ്മുടെ അടുത്ത് ഫ്രസ്ട്രേഷന്റെ കാര്യം പറയുന്നേ. ഇതും കണ്ടോണ്ടിരിക്കുന്ന 10-30 എണ്ണമാണ് ഫ്രസ്ട്രേഷനെ പറ്റി സംസാരിക്കുന്നത്. മനസ്സിലായ? ഫ്രസ്ട്രേഷനെ പറ്റി സംസാരിക്കണത് ഇവന്മാരാണ്. കുഴപ്പമില്ല. ഭാഗമല്ലേ ഇത്? അപ്പുറത്തെ സൈഡ് എൻട്രൻസിന്റെ ഭാഗമാണ് അല്ലേ? ഇവര് ഈ പാലത്തിൽ കൂടെ കയറുന്നേ ഉള്ളല്ലേ? ആരൊക്കെയാണോ ലൈനപ്പ്? പൂറി, ചുക്രുപൂറി, കിണ്ടി, സൂപ്പർമാനൊക്കെ ആരുടെ? ആൽഫ മൈരാഷ്, മംഗലശ്ശേരി ജോഡ്, മംഗലശ്ശേരി പൂറി, മോബി, ഗോകു, സാവേജ് തായോളി, ചന്ദ്രൻപുണ്ട, വില്ലുപുണ്ട, സെക്കൻഡ് തായോളി. ഞാനേ മറ്റേ ബീപ്പ് സെറ്റ് ചെയ്യണം ഇനി. അത് ഇറക്കാനുള്ള ടൈം ആയിട്ടാ. അത് എനിക്ക് ഇനി ബീപ്പ് സെറ്റ് ചെയ്യണം. ഞാൻ ഇനി തെറി വിളിക്കുമ്പോ ബീപ്പ് മാത്രമേ കേൾക്കുള്ളൂ നിങ്ങൾക്ക്. അങ്ങനത്തെ രീതിയിലായിരിക്കും ഇനി. അതെങ്ങനെ ഓട്ടോമാറ്റിക് അത് ലൈവ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ എനിക്ക്. അങ്ങനല്ലേ? ആ ലൈവിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇനി അതാണ് അതേ ഉള്ളേ. അത് മതി, അതാണ് നല്ലത്. അതാണ് നല്ല ഞാൻ അത്ര പോകാനല്ല, മനസ്സിലായ? ഞാൻ വലിയ ഞാൻ അത്ര പോകാനല്ല. എനിക്ക് എല്ലാം കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നീ കൊമ്പാച്ചന വേണോന്ന് വിളിക്കേണ്ട ഏറ്റവും ആയിട്ടില്ല മോളെ. നീ ഉള്ള കാര്യം ഞാൻ പറയാം. അതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ അടുത്ത് പോയി ഒരാളിയാ ഇവന്മാര് വാങ്ങിച്ചിരിക്കുന്ന കളിയാ. മെമ്പേഴ്സ് ഡൊമിനിക് കൊമ്പൻ എന്റെ അമ്മോ, ഇത് നമ്മള് കണ്ടത് ഇപ്പൊ. ഇതിപ്പോ കണ്ടതാണ് ഞാൻ ചാടി അടിക്കുന്നില്ല. അവൻ സംസാരിച്ചാ മതി. ഭാഗമല്ലേ ഇത്? ഇത് പോട്ടെ. എന്ത് റിയലിസ്റ്റിക് ഞാൻ ഷിംജിത, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. ഇപ്പൊ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാണ്. 10 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ബെൻസ് കാർ വാങ്ങാനുള്ളത് ഇവിടെ നിന്ന് കിട്ടുമെന്നാ കേട്ടത്. മുമ്പ് എനിക്ക് 400 ആയിരുന്നു സാലറി. ഇപ്പൊ 650 ദിവസ കൂലിയായി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. 3 നേരവും നല്ല ഫുഡും. ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. തെറ്റ് ചെയ്തവർക്കാണ് പരിഗണന. 10 വർഷം എന്നുള്ളത് 20 വർഷമായ മതിയിരുന്നു. നല്ല വരുമാനമാണ് ഇവിടെ. തെറ്റ് ചെയ്തവർക്കുള്ള ഒരു പ്രൊമോഷനാണ് ജയില്. കാണിച്ച തന്തയിലേക്ക് കിട്ടിയല്ലോ. കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എന്റെ ലൈവിന് 60K സ്പോട്ടിൽ വന്ന ലൈവിന്റെ വ്യൂസ് എടുത്തുകൊണ്ട് ചങ്ങായിക്ക് ആകെ 16-13K വ്യൂസ് അല്ലേ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഓട്ട് കാലൂട്ടിട്ടാടാ
ഞാൻ ഈ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങിയതാണേ. സംസാരിക്കണ്ട. ഇപ്പൊ ഇല്ലാത്ത ഒരാളാ, മനസ്സിലായി. ഇതിനി അവരുടെ കാര്യങ്ങൾ അവര് തമ്മിൽ എന്താ വെച്ചാൽ ഇതിലെനിക്ക് അഭിപ്രായമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ് വളരെ കുറച്ച് ആൾക്ക് മുമ്പ്. ഞാൻ 2026 സമാധാനത്തിന്റെ പാതയിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. മുച്ചിരി കോങ്ങാട് മുച്ചിരി സ്ഥലത്തിന്റെ പേര്. പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. I20 കേട്ടോ പോകുന്നത്, വൻ സെറ്റപ്പിലാ പോകുന്നത്, ചില്ലറക്കാരിയല്ല. എനിക്ക് വിക്കിയുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ചിരി വരും. പുള്ളി എന്തെങ്കിലും സീരിയസ് കാര്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരും. ഷിംജിത നമുക്കായിട്ട് പകർന്നു തന്ന കുറച്ച് അറിവുകൾ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കും എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീന്റെ മനസ്സ് കിടന്ന് കുലുങ്ങുക. കുലുങ്ങല്ലേ, ഒരുപാട് കുലുങ്ങിയന്റെ ഇപ്പൊ അകത്തോട്ട് പോന്നേ. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും സത്യസന്ധമായ കാര്യങ്ങളാ ഈ പറയുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ഞങ്ങൾ അതങ്ങോട്ടാ പറയേണ്ടത്. എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? സുഖിക്ക വേദന മാത്രല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ. അയ്യോ എന്താലേ പുള്ളിക്കാരി പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ഒരാള് കാരണം എന്തൊക്കെ സംഭവിച്ചല്ലേ. പേരൻസിനും എന്തൊക്കെ ലോസായിരുന്നു. എന്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ. 2 വീഡിയോസ് ഉണ്ട്, അതോടെ കണ്ടിട്ട് കേറാം. എനിക്കിഷ്ടം കണ്ണേട്ടനെയാണ്, നിങ്ങളുടെ ചങ്ങാതിയെ. എന്റെ തെങ്കാശി തമിഴ് പയ്യങ്കിലി കുറി ചൊല്ലുന്ന മനസ്സേ, എന്റെ കരളിന്റെ കഥ കേൾക്കുമോ, കന്നിക്കൂറിമാനം അവ കേൾക്കുമോ. ഇവനൊരു ഇവിടെ നടക്കണേ ഡാർക്കോ കട്ട്സ് ഇത് മാത്രം ചെയ്യണുള്ളൂ. ഇത് ഡാർക്ക് കട്ട്സ് അല്ല, ഇത് ഡ്രീമർ ഗെയിമിംഗ് കേട്ടോ. ഡ്രീമർ ഗെയിമിംഗ് മണ്ടേ കേട്ടോ, ഇത് അവൻ തന്നെ. ഇത് ഡ്രീമറാ, ഡാർക്കോ കട്ട്സ് എന്ന് പറഞ്ഞ ഡ്രീമറാ. സീരിയസ് ആട്ടോ? ആ പിന്നെ ഇതില് കോ ലീഡർ ഒക്കെ ആയിട്ട് ഇരുന്നുണ്ടല്ലോ, നമ്മൾ കോ ലീഡർ ഒക്കെ ആയിട്ട് ഇരുന്ന് ആർപിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അത്ര ഇതായിട്ടൊന്നും കളിക്കാൻ പറ്റൂല, മനസ്സിലായ? ഡിസ്കോഡ് ഓപ്പൺ ചെയ്യാൻ വയ്യടാ എനിക്ക്. അത് ഡ്രീമർ ഉണ്ടോ? ഇല്ല ഇത് മതാറുണ്ട്. എല്ലാവരുടെ ഉണ്ടേ. അണ്ണാ ചന്ദനെ തെളിവിളിച്ചുണ്ടല്ലേ ഇതൊന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇതൊന്ന് ചോദ്യം ചോദിക്കാൻ പോകണം. അപ്പം ഇതാണ് വിറപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കാൻ പോണേ. മിഥുന ഈകളെ പറ്റി ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് നീ പറയാ? ഏത് ഈകള്? ഏതാ ഈകള് ഗൂഗിള്? അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാല്? ഞാൻ കേട്ട് ആ മണവാളനെ നോക്കിയല്ലേ, അവിടെ പോയി തരത്ത് കളിക്കടാ, തരത്ത് പോയി കളിക്കും. മണവാളിന്റെ നേരെ അടുത്തില്ല, ആണെങ്കിൽ ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്നെ വെല്ലുവിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നെ വെല്ലുവിളിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. കോമാളികളെ വെല്ലുവിളിക്കാറില്ലേ? വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു പുന്നാര പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ
അപ്പൊ ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയതല്ല, ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോകില്ല. ഇവന്റെ ഫാൻസ് വന്ന് ഇന്ന ഇതാക്കുന്നുണ്ട്, ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. പിന്നെ ഒറ്റൊരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള ആടുമുക്കൾ പോവുക. ഇവിടെ കണ്ടുപോരുത്, ഈ ഭാഗത്ത് കണ്ടുപോരുത്, സ്കിപ്പടിച്ച് പോകണം. കൊടുങ്ങല്ലൊരു ഭരണി പറയും നമുക്ക് ഈ പുണ്ടച്ചിമോൻ നിന്ന് ബന്ധനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേട്ടോ. എന്താ ചെയ്യാ, എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ ഫുണ്ണേ. നിനക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് എടാ അപരാധി പുണ്ടച്ചി മോനെ, നീ സായോപ്പി ആവാൻ നോക്കിയാലില്ലേ, പോപ്പിന്റെ കൊട്ടപ്പറി ആവുള്ളൂ. അത് മനസ്സിലാക്കണം. നീ ആളറിഞ്ഞ് കളിക്കണം, നീ ആളറിഞ്ഞ് കളിച്ചില്ല. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക? ഉടുപ്പുണ്ടടാ പോയി, നിന്റെ തലയില് തീട്ടാണോ നാറി? സത്യം പറഞ്ഞാല് എന്താ ഞമ്മളെന്താ വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ഇത് നമ്മുടെ സീരിയസ് കോൺവെർസേഷൻ ആണോ ഇല്ല കോമഡി ആണോ? സീരിയസ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. പുണ്ടച്ചി ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുക. നിന്റെ ചെറുപ്പനെ അടിച്ചു പൊടിക്കുന്ന നായെ. ആരടാ നിന്റെ വിചാരം? നിന്നെ ഞാൻ പേടിക്കുന്ന നീ ഓലത്തും ഫാൻസ് പുണ്ടച്ചികള് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെക്കാം. തന്തയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 വായിച്ചു. നീ ഊമ്പും ആയി, പിന്നെ നീ പറ്റുന്ന പണിക്ക് പോ. പിന്നെ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഇവന്റെ ഫാൻസിന് സംസ്കാരമാണ്. ഇവൻ തന്നെ PR വർക്ക് നടത്തിയിട്ട് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നത് അയക്കാൻ നാണണ്ട നാറി. നിന്റെ ഫാൻസിന് തീരെയും പറഞ്ഞത് ഞങ്ങളുടെ ഡിസ്കോഡിൽ കൊണ്ടിടുന്നത് PR വർക്കായിട്ട്. 10-15 വയസ്സുള്ള പിള്ളേരായിരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം വേണല്ലോ. അവിടെ ഇനി മേലാല് എന്നെ വെച്ച് എന്നായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ളനെ അടിച്ചു പിടിക്കും. എന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറി കാണിക്കുന്ന എന്നെ പറയാൻ നിക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിക്കണ്ട. നിന്റെ ചപ്പടിച്ച് ഞാൻ പൊളിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരുത്തന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഡയലോഗ് ആണല്ലോ കേട്ടോ. 10ാം ക്ലാസ്സിലെ ഫൈറ്റ് സൂപ്പർ. എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഫാൻസ് പുണ്ടച്ചി മക്കളോട് മര്യാദ തെറി പറയാൻ അറിയാത്തോണ്ടല്ല കേട്ടോ. നിർത്തിക്കാള് ഇവിടെ വെച്ച് നിർത്തിക്കാള്. ഇന്നെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് ഇന്ത്യ ഔദാര്യത്തിലല്ല ഞാൻ വന്നത്. കേൾക്കുന്നുണ്ടോ നീ ഡ്രീമർ OP? കേരളത്തിന്റെ ബ്രാൻഡാ. പിന്നെ പുണ്ടച്ചി മോനെ ഭരണിപ്പാട്ട് എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ല. സായി പോപ്പി അല്ല, ഏത് മറ്റോ വന്നാലും എനിക്ക് പറയാൻ അറിയാം. നമ്മളും കുറെ ചെറിയ പറയാൻ അറിയാം. കുറെ ക്ഷമിക്കുന്നുണ്ട് നാറിയെ. നിന്നെ പോലുള്ളമാരെ പേടിച്ചിട്ടല്ല, വേണ്ട വിചാരിച്ചിട്ടാ. കളിക്കത് 2 ഉണ്ടോ വലിയ ഗെയിമറാണ് യൂട്യൂബറാണ് വിചാരിച്ചു എന്റെ നെഞ്ചത്ത് കയറി നിൽക്കരുത്. അപരാധി മോനെ അവിടുന്ന്. ഇനി എന്നെ കൊണ്ട് ഇന്നെ ഞാൻ വരപ്പിക്കും കേട്ടോ. ഫാൻസ് മുണ്ടച്ചാളെ ഞാൻ പറയുന്നത് അവർക്ക് തന്തയില്ലായ്മത്തരം കാണിക്കും. ഏതൊക്കെ യൂണിവേഴ്സ് അല്ലേ ഇതൊക്കെ? I said 23 over 9 us free. You just set me free. VIP walking easily, but so casually. No PG, documentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23
കൊള്ളാം. ജോക്കിയുടെ ഉണ്ടെന്നോ? ജോക്കി പറഞ്ഞു അവൻ. ഓ ജോക്കിനെ പറഞ്ഞ് അതല്ലേ എവിടെ? അതെവിടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. പിന്നെ ഈ അവന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് കാണിക്കാനാ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്. ഞാൻ മഴവിൽ മനോരമയിൽ ഒരു സീരിയലിൽ എനിക്ക് ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് എന്റെ ഫോട്ടോ അവിടെ തന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. അടിയാ ഒട്ടിച്ചു ചെവരില്ല അങ്ങനെ ഒന്ന്. അത് എങ്ങനെയാണ് അതിനകത്ത് ഞാൻ വരണേ? യൂട്യൂബൊക്കെ പ്ലേ ബട്ടൺ തൊപ്പിയാണോ ഇത്? തൊപ്പിയാണ്. അപ്പൊ അവൻ സ്ട്രീമിംഗ് ഒക്കെ കാണുന്ന ഏതൊരു പയ്യനാണ് അവന്റെ വീട്ടിലാണ് കേട്ടത്. അങ്ങനെ ആരുടെ വീട്ടിൽ ഷൂട്ട് ചെയ്തതാണിത്. കുറെ പേര് സീരിയലിലൊക്കെ അഭിനയിച്ചു. ഞാൻ ഓർക്കുക രാവിലെ സീരിയലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു കുറെ മെസ്സേജ് ഗ്രൂപ്പ് ഒത്തതായിരുന്നു. പിന്നെ ഇതിന് പറയാനാണെന്ന് പറ. എടാ ജോക്കിയുടെ വീഡിയോ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? എടാ ആരല്ലോ വന്നിട്ട് നോക്കിയിട്ട് ജോക്കി എന്തോ പറയണേ നോക്കട്ടെ. ജോക്കിന് ഇവൻ പറയണത് നിനക്കുള്ളത് തരാം. ചിരി വരുന്നറിയാ. സ്വന്തം വിളിക്കുക എന്താ അറിയോ? ഓക്കെ ഇവിടെ കുത്തി ഒക്കലസല്ലേ ഇത്? ടി വി ഇവിടെ ഇറങ്ങി. ചന്ദ്രനെ തിരിച്ചു നോക്കിയായിരുന്നു. അവരുടെ യൂണിവേഴ്സിറ്റി ചന്ദ്രനെയൊക്കെ അങ്ങനെ ഒരു യൂണിവേഴ്സിൽ ഞാൻ കണ്ടിട്ടില്ലടാ. അവരൊരു യൂണിവേഴ്സിൽ കേറട്ടെ. അവരൊരു യൂണിവേഴ്സിൽ അങ്ങനെ പോട്ടെ. പണ്ടൊരു കഥ ഉണ്ടോ സ്റ്റീവിന്റെ? അങ്ങനെ അറിയോ? പണ്ട് ആതിരപ്പള്ളി പ്രവേശനം നടത്തി പ്രകൃതിരമണിയായ പറമ്പിൽ വെച്ചാണ് ഞാൻ അവന്റെ കൊച്ചു കൂതിപ്പങ്ങളെ പണ്ണി പൊളിച്ചത്. വെള്ളത്തിനടി വെച്ച് അങ്ങനെയാണോ ഉണ്ടായത്? മനസ്സിലായ? ഇവനൊക്കെയാണ് നമ്മളെ സംസ്കാരം പഠിപ്പിക്കുന്നതും ഫ്രസ്ട്രേഷൻ ക്ലാസ്